എന്താ അതിന്റെ വ്യാഖ്യാനം അദ്ദേഹം വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുന്നു ഇങ്ങനൊരു ഹദീസ് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഉദ്ധരിക്കുന്ന വേറെയും കുറെ ഹദീസുകളുണ്ട്. അവിടെ സ്ത്രീകൾ പള്ളിയിൽ പോയി, ഇവിടെ വന്നു, ഇവിടെ ഇരുന്നു, ഇങ്ങനെ കുറെ ഹദീസുണ്ട്. ഇത്തരം ഹദീസുകൾ പ്രകടമാണ്. ഒരു സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിയിൽ വിലക്കേർപ്പെടുത്താൻ പാടില്ല. അതന്നെ അർത്ഥം. എന്താ സംശയം? ആ സ്ത്രീകളാണ് പള്ളികൾ പ്രവേശിക്കപ്പെടാൻ പാടില്ല, പള്ളി മലിനമാകും. എടാ, ഒരു പെണ്ണ് സ്ത്രീ പള്ളി പ്രവേശിച്ചിട്ടുണ്ട് തന്നെ, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തോട്ടെ മുക്കരിക്കാം, ഇവിടെ കഴുകണല്ലോ, അവിടെ നജസായല്ലോ, മലിനമായല്ലോ. അങ്ങനെ ഒരു ബാധക ഇസ്ലാമല്ല. അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനാനുമതി വിലക്കപ്പെടേണ്ടതല്ല. ലാക്കിൻ പക്ഷേ നിബന്ധനകൾക്ക് വിധേയമായി, ആ നിബന്ധനകൾ സ്വഹാബത്തും താബിഈകളും സ്വയം ഉണ്ടാക്കിയതല്ല. അത് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതാ. അവർ സ്വന്തം വകയല്ല. മഅ്സൂറത്തുൻ മിനൽ അഹാദീസ്, ഒരു ഹദീസ് മാത്രം എടുത്താൽ പോരാ, ഓരോ ഹദീസിലും വിശദമായി പരിശോധിച്ച് സ്വഹാബത്തും താബിഈകളും ഹദീസിൽ നിന്നാണ് ആ ഉപാധികൾ മുഴുവൻ കണ്ടെത്തിയത്. ആ ഉപാധികളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പള്ളി പോകൽ നിരുപാധികം ഹറാമെന്ന് പറയാൻ പറ്റില്ല, പോകുന്നത് മെച്ചല്ലാന്നേ പറയാൻ പറ്റൂ. ഈ ഷർത്തുകൾ പാലിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസ് സ്വഹാബത്തും താബിഈകളും കൈമാറുന്ന ആ ഷർത്തുകൾ ഇതാ വ്യക്തമായി പറയുന്നു. ഒന്നാമത്തെ ഷർത്ത് എന്താണ് പറയുന്നത്? എല്ലാ ഷർത്തും ഒക്കെ ആണെങ്കിലും നിങ്ങൾ സ്ത്രീ പള്ളിയിൽ പോകുകയാണെങ്കിൽ ഹറാമാണ് നമ്മൾ പറയില്ല. എന്താ ദീനുൽ ഇസ്ലാം നമ്മുടെ വക പറയേണ്ടതാ? അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പ്രകടമല്ലേ? ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബുകളും വളരെ വ്യക്തമായി ആധികാരികമായി രേഖപ്പെട്ട് കിടക്കുന്നതല്ലേ? ആ രേഖയെ മറികടന്നുകൊണ്ട് സ്വന്തം വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ നമ്മളാറില്ല. അടിസ്ഥാനപരമായി 7 നിബന്ധനകൾ ഒത്തു വന്നാൽ സ്ത്രീ പള്ളി പോകൽ കറാഹത്താണ്, മോശമാണെന്നേ പറയുള്ളൂ. കുറ്റം കിട്ടും, ഹറാമാണെന്ന് പറയില്ല.